നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് പീഡന ആരോപണങ്ങൾ. കഴിഞ്ഞ 2 ദിവസമായിട്ട് അതാണിപ്പോൾ ചർച്ച. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഒരു വേളയിൽ തന്നെ ഇത്തരത്തിൽ ചില ചാറ്റുകളും ചില വോയിസ് റെക്കോർഡുകളും പുറത്തു വന്നതിലും ചില ദുരൂഹത ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായിട്ട് എതിർ സംഘടനകളെല്ലാം തന്നെ രംഗത്തേക്ക് വരുന്നതും കാണാൻ സാധിക്കും. ഏതായാലും രാഹുൽ അടക്കം അതിനെക്കുറിച്ച് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. നിയമ നടപടികൾ സ്വീകരിക്കും, നിയമത്തിന്റെ വഴിയെ പോവും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബോധിപ്പിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും രാഹുലിനെതിരെ വീണ്ടും ട്രോളുകൾ അടക്കം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് രാഹുലിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചു ഈ ഒരു വിഷയത്തെക്കുറിച്ച് രാഹുൽ എന്തെങ്കിലും പറയാനുള്ളത് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നതാകുമെന്നാണ്. പക്ഷേ അതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള അയ്യപ്പന്റെ പൊന്നുകട്ട കേസിൽ നടക്കുന്ന ചില അന്വേഷണങ്ങളെ ചുറ്റിപ്പറ്റിയും ചില ആളുകളെ പറ്റിയുമാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ടുള്ളത്. ശബരിമല കേസിൽ SIT അന്വേഷണം നടക്കുന്ന വേളയിലെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ തന്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം ഉന്നയിച്ചു കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ചില ആരോപണങ്ങൾ ഉയർത്തി ശബരിമല അയ്യപ്പ കേസിനെ അത് ജനങ്ങളിൽ നിന്ന് മറക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ അതൊന്നും തന്നെ വില പോവില്ല എന്നാണ് രാഹുലിന്റെ ഈ ഒരു പോസ്റ്റ് പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിനെ കുറിച്ച് വായിക്കാം. അയ്യപ്പന്റെ പൊന്നുകെട്ട കേസിൽ SIT അറസ്റ്റ് ചെയ്ത പത്മകുമാറിനെതിരെ CPIM എടുത്തില്ല. നടപടിയെടുക്കാത്തതിന്റെ കാരണം അയ്യപ്പന്റെ പൊന്നുകെട്ടത് പത്മകുമാർ ഒറ്റയ്ക്കല്ല. പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തും. ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയും. പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായിട്ട് അറിയാം. പത്മകുമാറിൽ നിന്ന് ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെയോ പേര് SITക്ക് കിട്ടിയാൽ മാത്രമേ CPIM പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ. പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തതിന്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വിജയൻ സേന വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലയോ സേനാംഗങ്ങളെ, SIT ശ്രീ വിജയന്റെ നിയന്ത്രണത്തിലല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ SIT ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കടകംപള്ളിയെയും വാസവനെയും സഹായിക്കുന്ന SIT പത്മകുമാറിനെയും സഹായിക്കുമായിരുന്നു. അയ്യപ്പന്റെ പൊന്നുകട്ടവർക്ക് ജനം മാപ്പ് തരില്ല, സ്വാമി ശരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. അതിൽ പത്മകുമാറും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത്. അതായത് എന്തുകൊണ്ട് SIT അല്ലെങ്കിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം CPIM എന്ന് പറയുന്ന പാർട്ടി പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്, പത്മകുമാർ ഏതെങ്കിലും തരത്തിൽ CPMലുള്ള ഈ പറയുന്ന മന്ത്രിമാരുടെയോ മറ്റേതെങ്കിലും ഉന്നതരുടെയോ പേരുകൾ പത്മകുമാറിന്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പത്മകുമാറിനെതിരെ നടപടിയെടുക്കുക. അല്ലാത്ത പക്ഷം യാതൊരു തരത്തിലുള്ള നടപടിയും പത്മകുമാറിനെതിരെ പാർട്ടി എടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം, ശബരിമല വിഷയമാണ് കഴിഞ്ഞ ദിവസം വരെ വളരെ ഉയർന്നു നിൽക്കുന്നത്. SIT അന്വേഷണം നടക്കുന്നുണ്ട്, പല ഉന്നതരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ CPIMനെ ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മറയാക്കാനായിരിക്കാം ഒരുപക്ഷെ രാഹുലിന്റെ വിഷയം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന സമയത്ത് അത് പൊന്തി വന്നിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആരോപണം. ചില കമന്റുകൾ വായിക്കാതും രാഹുലിന്റെ പോസ്റ്റിന് താഴെ പങ്കുവച്ചിട്ടുള്ള ചില ആളുകളുടെ കമന്റ്, ഇവന്മാർ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ആ ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹം കൂടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഒന്ന് നല്ലതാണ്, അല്ലെങ്കിൽ അതും ഇവന്മാർ അടിച്ചുകൊണ്ട് പോകും. കോടിക്കണക്കിന് വിശ്വാസികളുടെ പുണ്യഭൂമിയായ ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഒരു ഭാഗം തന്നെ പൊളിച്ച് സ്വർണം കട്ടുമുടിച്ച് നക്കി തിന്നത് ജനം മറക്കുമെന്ന് കരുതിയാണ് രാഹുലിന്റെ കേസ് വീണ്ടും കുത്തിപ്പൊക്കിയത്. ജനം തള്ളിയതോടെ CPM സ്വാഹ. ശബരിമല കൊള്ള മറക്കുവാൻ BJP CPM പല നുണകളും വിടും. ഇലക്ഷൻ കാലത്തും വീണ്ടും ഈ വാർത്തകൾ മാർച്ച് ഏപ്രിലിൽ കേൾക്കാം. വാട്സപ്പ് ചാറ്റ് സേവ് ചെയ്യുക, കോൾ റെക്കോർഡ് ചെയ്യുക, അതൊരു മാധ്യമത്തിന് കൊടുക്കുക, അത് വിതരണം ചെയ്യുക. ഇത് വലിയൊരു പ്ലാനിംഗ് ആണ്. ഒരു റിലേഷൻ ഉണ്ടാകുക എന്നത് നോർമലാണ്. അയാൾക്ക് അത് പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ കളി
പരിപാടി കളിക്കുവാനുള്ള ഒരു ട്രാപ്പാണ് അണിയറയിൽ ഒരുങ്ങിയത് എന്നാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത്. അതിന്റെ പ്ലാനിംഗ് തുടങ്ങിയിട്ട് കുറെ കാലമായി. യുവതി എന്ന് പറയുന്ന ആൾ ഇയാളെ ട്രാപ്പ് ചെയ്യുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടെ റിലേഷനിൽ ഏർപ്പെട്ടത് എന്ന് വ്യക്തമായി അറിയാൻ കഴിയും എന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ട്രാപ്പ് ചെയ്തതാണോ ഇത്തരത്തിലുള്ള ഈ ഒരു ആരോപണം എന്നുള്ളതാണ് ഒരു വ്യക്തി ഇത്തരത്തിൽ വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ രാഹുൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. അതും തീർച്ചയായിട്ടും അന്വേഷിക്കണം. തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഈ ഒരു വിഷയം ഉയർന്നു വന്നതിലാണ് ജനങ്ങൾ സംശയിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം രാഹുൽ മണ്ഡലത്തിൽ വീണ്ടും സജീവമാകുന്നത് കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ തന്നെ അദ്ദേഹത്തെ തടയാൻ പല സംഘടനകളിൽ നിന്നുള്ള ചെറുപ്പക്കാർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആരും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹത്തെ തടയാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു MLA എന്ന നിലയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പിന്നീട് കണ്ടത്. പല സിനിമാ മേഖലയിലുള്ള ആളുകളെയും കൊണ്ടുവന്നിട്ട് അതിന്റെ പല പരിപാടികളും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നതും കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇത് ഉയർന്നു വന്നത് എല്ലാവർക്കും പൊതുജനത്തിന് രാഹുൽ വീണ്ടും ഒരു സ്വീകാര്യനായ വേളയിലാണ്. അത് വീണ്ടും തകർക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് ചില വിഭാഗം ഉയർത്തുന്ന കമന്റുകൾ. ഏതായാലും ആരോപണങ്ങൾ വീണ്ടും വിവാദമായതോടെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി ഈ ആരോപണങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പുതുതായി ഒന്നുമില്ലെന്നും രാഹുൽ പറയുന്നത്. അന്വേഷണം നടക്കുന്നുണ്ടെന്നും എല്ലാ രീതിയിലും അതിനോട് സഹകരിക്കുമെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലും ആരോപണം ഉയർന്നു വന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. തനിക്കെതിരെ ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ, ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു തരത്തിലും പരാതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് രാഹുൽ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പരാതിക്കാരി നിയമ നടപടിയുമായി മുൻപോട്ട് പോവുകയാണെങ്കിൽ അതിനെ നേരിടാൻ താൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം തനിക്ക് പറയാനുള്ളത് പറയുമെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും തന്റേതാണെന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഉത്തരം നൽകിയില്ല. എന്റേതെന്ന് പറഞ്ഞ ഒരു ശബ്ദ സന്ദേശം പുറത്തു വിടുമ്പോൾ അത് നിങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു. അത് ചെയ്യാതെ ഈ സന്ദേശം കൊടുത്തിട്ട് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട്. നീതിന്യായ കോടതിയിൽ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുമെന്നും അതിനുശേഷം ജനങ്ങളോട് തനിക്ക് പറയാനുള്ളത് വ്യക്തമാക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനി അന്ന് സംഭവിച്ചതുപോലെ വീണ്ടും കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ആദ്യമായിട്ട് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന വേളയിൽ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ വീടിനകത്ത് തന്നെയായിരുന്നു. ഒരിടത്തും അദ്ദേഹം പോയിട്ടില്ല. വീടിനടക്കം കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അദ്ദേഹം പുറത്തു വന്നത്. ഇപ്രാവശ്യം വീണ്ടും ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വരുമ്പോൾ അദ്ദേഹം വീടിനകത്ത് ഇത്തരത്തിൽ അടച്ചുപൂട്ടിയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും ഉയർന്നു വരുമ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ അനാവശ്യമായി വേട്ടയാടി കൊല്ലാതെ കൊന്ന രാഷ്ട്രീയ ലക്ഷ്യം അത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും മലയാളികൾ ഓർത്തെടുക്കുകയാണ്. വളരെ തെറ്റായിട്ടുള്ള നടപടിയാണ്. പലരും രക്ഷപ്പെട്ടു പോകാൻ ഇടയാകുമെന്നും രാഹുൽ തെറ്റ് ചെയ്തോ അല്ലയോ എന്നറിയില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ച നാറിയ കളികളുടെ ഫലമാണ്. ആ കളികൾ കളിച്ചവർ ഇപ്പോൾ സുവിശേഷം പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ടാവില്ല എന്നാണ് ഇതിനോട് ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പരാതിയുമായി പെൺകുട്ടി നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ നേരിടട്ടെ. എന്നാൽ ഇതിൽ യാതൊരു സത്യവും ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇത് സത്യമാണെന്നുണ്ടെങ്കിലും തെളിയട്ടെ. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഒരാളെ വലിയ രീതിയിൽ ക്രൂശിക്കുകയാണ് ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മുൻപോട്ട് പോകട്ടെ. ഈ പറയുന്ന വാട്സപ്പ് ചാറ്റുകളിലും അതുപോലെ തന്നെ പുറത്തു വന്നിട്ടുള്ള വോയിസ് റെക്കോർഡുകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നതും കൃത്യമായിട്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ നടപടികൾ നേരിടണം എന്ന് തന്നെയാണ്.